പെരിയ എസ്.എൻ. കോളേജിലെ ഈ വർഷത്തെ ബിരുദദാന ചടങ്ങും നവീകരിച്ച കോൺഫറൻസ് ഹാളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം. ജോൺ ഉദ്ഘാടനം ചെയ്തു. 114 വിദ്യാർത്ഥികളാണ് മന്ത്രിയിൽ നിന്നും ബിരുദം ഏറ്റുവാങ്ങിയത്. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രമാക്കി മാറ്റാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ ഇത് യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ കോളേജുകൾക്ക് പുറമെ മാനേജ്മെന്റ് കോളേജുകളും അനിവാര്യമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം. ജോൺ പറഞ്ഞു. പെരിയ ചാലുങ്കാലിലെ എസ്.എൻ. കോളേജിൽ ബിരുദദാന ചടങ്ങും നവീകരിച്ച കോൺഫറൻസ് ഹാളും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാട്ടിൽ നിന്ന് വിദ്യാർത്ഥികൾ വലിയ തോതിൽ മംഗലാപുരത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ഒക്കെ പോകുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് കേരളത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ, പഠന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമാണ്. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, മാറുന്ന കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള കോഴ്സുകളൊക്കെ ലഭ്യമാക്കി നമ്മുടെ വിദ്യാർത്ഥികളെ പരമാവധി നമ്മുടെ നാട്ടിൽ തന്നെ നിലനിർത്തുവാനായിട്ടും ഈ റിസോഴ്സിന്, നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ പുതുതലമുറയുടെ എനർജിയെ, അവരുടെ റിസോഴ്സിനെ പരമാവധി വളർത്തിയെടുക്കുവാനും അത് നാടിനെ പ്രയോജനമാക്കാനും എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സംസ്ഥാന സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷനാക്കി മാറ്റുവാനായിട്ട് സർക്കാർ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഭാഗം ഗവൺമെൻറ് കോളേജുകൾ മാത്രം വിചാരിച്ച് നമുക്ക് സാധ്യമാവുന്ന ഒന്നല്ല. അതിന് നമുക്ക് ശ്രീനാരായണ കോളേജ് പോലെ വിവിധ മാനേജ്മെൻറ്റുകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് നമുക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുക. വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് മനോഹരമായ കാലഘട്ടമാണ്. ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കാൻ സാധിക്കുന്ന ഓർമ്മകൾ സമ്മാനിക്കുന്ന കാലം. ഇന്നത്തെ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാനായി വിദ്യാർത്ഥികളെ സജ്ജമാക്കുകയും ഒപ്പം അതിനായി പരിശീലനം നൽകുകയുമാണ് വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഉത്തരവാദിത്വമെന്ന് പറയുന്നതെന്നും അതുകൊണ്ട് തന്നെ മാറുന്ന ലോകത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള ശേഷി കലാലയ ജീവിതത്തിൽ നിന്നും ലഭിക്കുമെന്നും ഇത് ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ എസ്.എൻ. ട്രസ്റ്റ് ചെയർമാൻ സി. രാജൻ പെരിയ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് മണ്ഡലം എം.എൽ.എ. അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. BBA ട്രാവലിംഗ് ആൻഡ് ടൂറിസം മാനേജ്മെന്റിൽ 1ാം റാങ്ക് നേടിയ ഫിദ ഫാത്തിമയ്ക്ക് അനുമോദനവും നൽകി. 7 ഡിപ്പാർട്ട്മെന്റിലെ 114 വിദ്യാർത്ഥികളാണ് മന്ത്രിയിൽ നിന്നും ബിരുദം ഏറ്റുവാങ്ങിയത്. പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ C.K. സവിത, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M.K. ബാബുരാജ്, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു പത്മനാഭൻ, DCC പ്രസിഡന്റ് P.K. ഫൈസൽ, എസ്.എൻ. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ K.V. ശശിധരൻ, വൈസ് ചെയർമാൻ T. ചോയ്യമ്പു, സെക്രട്ടറി സതീശൻ കാസർഗോഡ്, വിദ്യാഭ്യാസ സമിതി ചെയർമാൻ K.V. ബാലകൃഷ്ണൻ, ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി നാരായണൻ കൊളത്തൂർ, മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ഗണേശൻ അരബങ്ങാനം, നെഹ്റു കോളേജ് മാനേജർ രാമനാഥൻ, ദാമോദര പണിക്കർ, ഡോക്ടർ C.K. നാരായണ പണിക്കർ, C.H. നാരായണൻ, ഷാജി ഇരിയ എന്നിവർ സംസാരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ S. ലത സ്വാഗതവും എസ്.എൻ. ട്രസ്റ്റ് ട്രഷറർ ഐശ്വര്യകുമാരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പെരിയ.